ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാൻ ചിക്കൻ ചുക്ക റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എന്നും പറയുന്നത് പോലെ പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു 3 സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 3 എടുക്കാം, ചെറിയ സവാളയാണെങ്കിൽ 5 എടുക്കേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. സവാള അരിയുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് അരിയാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. സവാള വാട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചിക്കൻ റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള സവാളയും ചേർക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂറോളം നമുക്കിത് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനിലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇതിടുന്നത്. അതിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സവാള വഴറ്റിയ പാനിൽ തന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമെല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തരി വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിലെയും സവാളയിലും വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളതാണത്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റായിട്ടുള്ളതും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ ചിക്കൻ ചുക്ക. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.